ഒരിക്കൽ ഒരു പുലി ദമ്പതികൾക്ക് ഓമനത്വമുള്ള ഒരു പുലിക്കുട്ടി പിറന്നു. അവർ അതിനെ വളരെ ശ്രദ്ധയോടെ വളർത്തി. ആനകളുടെ ശല്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്ന ആ മാതാപിതാക്കൾ പുലിക്കുട്ടിയോട് പറഞ്ഞു, ആനകൾ വരുന്ന വഴിയിൽ നീ പോകരുത്. അവിടെ നീ പോയാൽ അവ നിന്നെ ചവിട്ടി അരച്ച് കൊല്ലും. പക്ഷേ പുലിക്കുട്ടി ആ ഉപദേശം അത്ര ശ്രദ്ധിച്ചില്ല. അവൻ തുള്ളിച്ചാടി വനത്തിലുടനീളം നടന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അവൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത വഴിയിൽ ഒരു കൂട്ടം ആന ഇരച്ചു വന്നു. അവയുടെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ അവന് സാധിച്ചില്ല. അവൻ ആനകൾക്കിടയിൽ ചതഞ്ഞരഞ്ഞു ചത്തു. കുറേ കഴിഞ്ഞപ്പോൾ ആ വഴിയെ ഒരു ചെന്നായ് വന്നു. വഴിയിൽ ചത്തുകിടക്കുന്ന പുലിക്കുഞ്ഞിനെ കാണാനിടയായ ആ ചെന്നായ് വിവരം പുലിക്കുടുംബത്തെ അറിയിച്ചു. എങ്ങനെയാണ് എൻ്റെ മോൻ മരിച്ചത്? പുലിത്തലവൻ ചോദിച്ചു. ഉടനെ ചെന്നായ് പറഞ്ഞു, ആനകളുടെ കാൽപ്പാടുകളാണ് വഴിയിലുടനീളം കണ്ടത്. അതുകൊണ്ട് ആനകളായിരിക്കും നിങ്ങളുടെ കുട്ടിയെ ചവിട്ടിക്കൊന്നത്. ആനകളാണ് തൻ്റെ കുട്ടിയെ കൊന്നതെന്ന് കേട്ടപ്പോൾ പുലിത്തലവൻ്റെ അന്തരംഗം ഞെട്ടി. എങ്കിലും അത് പുറത്തു കാണിക്കാതെ പുലിത്തലവൻ പറഞ്ഞു, ഏയ്, നീ പറഞ്ഞത് ശരിയല്ല. ആനകളല്ല എൻ്റെ കുട്ടിയെ കൊന്നത്. കോലാടുകളുടെ കൂട്ടമാണ് എൻ്റെ കുട്ടിയെ കൊന്നത്. അവയെ ഇനി വക വരുത്തിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് ആ മൃഗം അടുത്ത് കണ്ട കോലാടുകൾക്ക് നേരെ തിരിഞ്ഞു. തൻ്റെ ദേഷ്യം തീരുന്നതുവരെ അവൻ കോലാടുകളെ കൊന്നൊടുക്കി. അതിനുശേഷം ബാക്കിയുണ്ടായിരുന്ന ആടുകൾക്ക് നേരെ തിരിഞ്ഞ് ഇപ്രകാരം പറഞ്ഞു, സൂക്ഷിച്ചു നടന്നോ. ഇനിയെങ്ങാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ചവിട്ടി മെതിക്കാനിടയായാൽ ഞാൻ നിന്നെയൊക്കെ തകർത്ത് കളയും. ഇക്കഥ കേൾക്കുമ്പോൾ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെ എന്ന ചൊല്ല് പലരും ഓർമ്മിക്കുമായിരിക്കും. അതെ, ഈ മുത്തശ്ശിക്കഥ നൽകുന്ന സന്ദേശം അതുതന്നെയാണ്. ആനക്കൂട്ടമാണ് തൻ്റെ കുട്ടിയെ കൊന്നതെന്ന് പുലിത്തലവനെ അറിയാമായിരുന്നു. പക്ഷേ അതിഭീകരന്മാരായ ആനകൾക്കെതിരെ തനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ലെന്ന ബോധ്യം അവനുണ്ടായിരുന്നു. തന്മൂലമാണ് ആനകൾക്കു നേരെ തിരിയുന്നതിനു പകരം അശുക്കളായ ആടുകൾക്കു നേരെ അവൻ തിരിഞ്ഞത്. ഈ മുത്തശ്ശിക്കഥയിലെ കഥാപാത്രങ്ങൾ കാട്ടുമൃഗങ്ങളാണ്. എന്നാൽ അവ പ്രതിനിധീകരിക്കുന്നത് മൃഗങ്ങളെയല്ല, പിന്നെ ആരെയാണ്?